സംസ്ഥാനത്ത് അവയവദാനത്തിന് പുതുജീവൻ എന്നുള്ള വാർത്ത കൂടി ഇതോട് ചേർത്ത് തന്നെ നമുക്ക് പറയാം. രണ്ടാഴ്ചക്കിടെ ദാതാക്കളായി രജിസ്റ്റർ ചെയ്തത് 1046 പേരാണ്. പ്രചോദനമായത് ബിൽജിത്തും ഐസക്കും നടത്തിയ അവയവദാനവും. രണ്ടാഴ്ച മുൻപാണ് ബിൽജിത്തിന്റെയും ഐസക്കിന്റെയും അവയവങ്ങൾ ദാനം ചെയ്തത്. 48 മണിക്കൂറിനിടയിൽ നടന്ന 2 അവയവദാനങ്ങളും വലിയ ചർച്ചയായിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് 1046 പേർ രജിസ്റ്റർ ചെയ്തത്. ഇതോടെ നാഷണൽ ഓർഗൻ ഡോണർ രജിസ്ട്രിയിൽ കേരളം 10ാം സ്ഥാനത്തേക്കെത്തി. സ്വാന്തന സജു തിരുവനന്തപുരത്ത് നമുക്കൊപ്പം. സ്വാന്തന സജു, കൂടുതൽ പേർക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക ആ 2 കുടുംബങ്ങൾ മുന്നോട്ട് വെച്ചു. അത് സംസ്ഥാനത്ത് അവയവദാന മേഖലയിൽ തന്നെ ഒരു പുതുജീവൻ പകരുകയല്ലേ? അതെ സുജ, അവയവദാന മേഖലയിൽ ഒരു പുതിയ ചുവടുവയ്പ് അല്ലെങ്കിൽ പുതിയൊരു മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാം. ബിൽജിത്തിന്റെയും ഐസക്കിന്റെയും മരണം അത് കേരളത്തെ ഒട്ടാകെ വേദനിപ്പിച്ചതാണ്. ബിൽജിത്തിന്റെയും ഐസക്കിന്റെയും കുടുംബം കരഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞതാണ്. പക്ഷേ കരഞ്ഞു എങ്കിൽ പോലും അവരുടെ അവയവങ്ങൾ ദാനം ചെയ്തപ്പോൾ ആ അവയവങ്ങൾ മറ്റ് നിരവധി ആളുകളിലേക്ക്, അത് രണ്ട് ഹൃദയവും ഇവരുടെ രണ്ടുപേരുടെ ഹൃദയം മാത്രമല്ല മറ്റ് അവയവങ്ങൾ കൂടി ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ദാനം ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ട്, സ്വീകരിക്കുന്ന ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഹെലികോപ്റ്ററിൽ ഹൃദയം കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ട ആളുകളാണ് നമ്മൾ. കഴിഞ്ഞ 48 മണിക്കൂറിനിടയ്ക്ക് ഇത്തരത്തിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകളാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായത്. ആ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേസോട്ടോ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ സെപ്റ്റംബർ 11 മുതൽ 2 ആഴ്ചത്തെ കണക്കുകളാണ് ഈ പുറത്തു വരുന്നത്. ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1046 പേരാണ് അവയവദാന സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ അവയവദാനം വലിയ രീതിയിൽ പിന്നോട്ടേക്ക് പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ 2 ശസ്ത്രക്രിയകൾക്കും പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നതോ എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ ഓർഗൻ രജിസ്റ്ററിൽ ഇപ്പോൾ കേരളം നേരത്തെ 11ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ ഈ ഒരു 1046 പേര് കൂടി രജിസ്റ്റർ ചെയ്യുന്നതോടെ അത് 10ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് എന്നുള്ള ഒരു വലിയ സന്തോഷം കൂടി ഇപ്പോൾ കേസോട്ടോ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു 46 പേരെന്നതിൽ ഒതുക്കേണ്ടതില്ല. ഈ പട്ടിക ഇനിയും വലുതാകട്ടെ നമുക്ക് പ്രത്യാശിക്കാം. മരണശേഷം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്ന് കരുതി ആ ഒരു സമ്മതപത്രത്തിൽ അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കുന്നേ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. തിരിച്ചെത്താം ഇടവേള.